Hello students, last lecture എന്താണ് സെൻസേഴ്സ്, ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ് എന്നുള്ള ഒരു ബേസിക് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. It was just an introductory session. We have a lot more to cover. So നമ്മൾ ഈ ഒരു ലെക്ചർ മുതൽ നമ്മൾ നമ്മുടെ പോർഷൻസ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. The previous one was an introductory session. അത് കാണാതെ ഇവിടെ എത്തിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോയിട്ട് ആ വീഡിയോ കാണുക, അതിനുശേഷം തിരിച്ചു വരാം. ഈ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൻസേഴ്സിൻ്റെ അതല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്, ആൻഡ് ഓൾസോ എങ്ങനെയാണ് ഒരു ട്രാൻസ്ഡ്യൂസർ നമ്മൾ സെലക്ട് ചെയ്യുക. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്കൊരു ട്രാൻസ്ഡ്യൂസർ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെല്ലാം പാരാമീറ്റേഴ്സാണ് നോക്കുക, എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ഡ്യൂസർ, സെൻസർ ആൻഡ് ആക്ച്വേറ്റർ, ഇവയ്ക്ക് കുറച്ച് എക്സാമ്പിൾസും അത് എങ്ങനെയാണ് അവ വർക്ക് ചെയ്യുന്നതെന്നുള്ളതിൻ്റെയും ഒരു ബേസിക്കാണ് നമ്മൾ ഈ ലെക്ചറിൽ ചെയ്യുന്നത്. ഹലോ സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ട്രാൻസ്ഡ്യൂസേഴ്സ്, എന്താണ് സെൻസേഴ്സ്, എന്താണ് ആക്ച്വേറ്റേഴ്സ് എന്നുള്ളൊരു ഓവർവ്യൂ നമ്മൾ എടുത്തിരുന്നു. ഏകദേശം ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആയിരുന്നു അത്. ഇൻ ദിസ് ക്ലാസ് വി വിൽ ബി ഡിഗിങ് എ ലിറ്റിൽ ബിറ്റ് ഡീപ്പർ ഇൻ ടു സെൻസേഴ്സ് and understanding what are the classification of sensors, and also we will be clearing some doubts from the previous lecture. നമ്മൾ മുമ്പത്തെ ലെക്ചറിൽ പല കുട്ടികൾക്കും സംശയങ്ങൾ ഉണ്ടായിരുന്നു. അവരെനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് അയച്ചിരുന്നു. ദേ കൺഫ്യൂസ് ദ സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആസ് എ ഡിവൈസ്. ഒരിക്കലും ഈ സെൻസേഴ്സ് ഓർ ട്രാൻസ്ഡ്യൂസേഴ്സിനെ ഒരു കംപ്ലീറ്റ് ഡിവൈസ് ആയിട്ട് ഇമാജിൻ ചെയ്യരുത്. ഇവ ഒരു സിംഗിൾ കമ്പോണൻ്റ് ആണ്, ലൈക്ക് എ കപ്പാസിറ്റർ ഒരു ട്രാൻസിസ്റ്റർ. സോ ഒരൊറ്റ ഡിവൈസിൽ തന്നെ ഒരു പക്ഷേ സെൻസറുകളും ട്രാൻസ്ഡ്യൂസറുകളും അതിൻ്റെ കോമ്പിനേഷൻസും എല്ലാം ഉപയോഗിക്കുന്നുണ്ടാവും. ലെറ്റ് മീ ഗിവ് യു എ ക്ലാരിറ്റി ബൈ ഗിവിങ് സം എക്സാമ്പിൾസ്. ഫോർ എക്സാമ്പിൾ, ടി വി. നിങ്ങൾക്കറിയാം ടി വി എന്താണ് നടക്കുന്ന പരിപാടി എന്നുള്ളത്. ടി വിയിൽ ശരിക്കും ടെലിഫോൺ അല്ലെങ്കിൽ നമ്മുടെ കേബിൾ വഴി വരുന്നത് ഡിജിറ്റൽ സിഗ്നലാണ്. ഡിജിറ്റൽ സിഗ്നലുകളെ എന്താക്കുന്നു, വിഷ്വൽ സിഗ്നലുകളാക്കി മാറ്റുന്നു. സോ ഡിജിറ്റൽ കൺവേർട്ട് ചെയ്തിട്ട് ഫിസിക്കൽ വേൾഡിലുള്ള ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വേറ്റർ. സോ ഇൻ ദാറ്റ് സെൻസ് ടി വി ഈസ് ആൻ ആക്ച്വേറ്റർ. പക്ഷേ നിങ്ങൾക്കറിയാം ടി വികളെല്ലാം ഉപയോഗിക്കുന്ന റിമോട്ടിൽ ആക്ച്വലി ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് സിഗ്നൽസ് ആണ്. സോ ഇൻഫ്രാറെഡ് സിഗ്നൽ ഉപയോഗിക്കുന്ന റിമോട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടി വി കൺട്രോൾ ചെയ്യുന്നത്. സോ നമ്മൾ ഓരോ റിമോട്ട് നെക്കിയിട്ട് ഓരോ ബട്ടൺ നെക്കുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് ടി വിയിൽ നടക്കാനുള്ള കാരണം ബിക്കോസ് ടി വി സെൻസ് the infrared rays coming from the remote. So in that sense TV is also a sensor. So TV ഒരേ സമയത്ത് തന്നെ സെൻസർ പ്രോസസ്സും നടക്കുന്നുണ്ട്, ആക്ച്വേറ്റർ പ്രോസസ്സും നടക്കുന്നുണ്ട്. സോ ഇതുപോലെ ഒരിക്കലും ഒരു ഡിവൈസ്, ഒരു കംപ്ലീറ്റ് ഡിവൈസ് അല്ലെങ്കിൽ ഒരു വലിയ ഡിവൈസ് ഒരിക്കലും കംപ്ലീറ്റ്ലി സെൻസർ ആണെന്നോ കംപ്ലീറ്റ്ലി ആക്ച്വേറ്റർ ആണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഇൻഡിവിജ്വൽ സ്മോൾ കമ്പോണൻസ് ആണ് ദിസ് സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റർ. ഇറ്റ് ഡസൻറ്റ് മീൻസ് ദ എൻറ്റയർ ഡിവൈസ്. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് തിങ് ഈസ് ക്ലിയർ ടു യു. ലെറ്റ് ഗിവ് യു അനദർ എക്സാമ്പിൾ. റേഡിയോ നമ്മുടെ ചുറ്റും വരുന്ന റേഡിയോ വേവ്സിനെയാണ് ആൻറ്റിന വെച്ചിട്ട് പിടിക്കുന്നത്. നമ്മുടെ ആൻറ്റിന ഉപയോഗിച്ചിട്ട് അത് ക്യാപ്ചർ ചെയ്യുന്നത് റേഡിയോ വേവ്സിനെയാണ്. സോ റേഡിയോ വേവ്സിനെ അനലൈസ് ചെയ്തിട്ട് അതിനെ ഡിജിറ്റൽ ഫോമാറ്റ് ആക്കി മാറ്റുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആ ഡിജിറ്റൽ ഫോമാറ്റിനെ സൗണ്ട് ആക്കി മാറ്റുകയും ചെയ്യുന്നു റേഡിയോ. സോ ഇവിടെ ഒരു സെൻസിങ് ഡിവൈസ് നടക്കുന്നുണ്ട്, അതിനെ സൗണ്ടാക്കി മാറ്റുന്ന സമയത്ത് ഒരു ആക്ച്വേറ്റർ ജോബും അവിടെ നടക്കുന്നുണ്ട്. സോ ദർ ഈസ് സെൻസർ ആൻഡ് ദർ ഈസ് ആക്ച്വേറ്റർ. രണ്ട് കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കുക. നൗ നമുക്ക് ഇന്നത്തെ ലെക്ചറിലേക്ക് തുടങ്ങാം. അബൌട്ട് സെൻസർ. So sensor, when we say about sensor, you don't have to think about any complicated situations or things like that. Anything which gives you a idea or a signal or a stimulus which can be classified as a sensor. Sensor electrical pulse തന്നെ തരണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഫിനോമിനൻ്റെ പ്രോഗ്രസ് എന്തെങ്കിലും തരുന്ന എല്ലാം നമുക്ക് സെൻസർ എന്ന് പറയാൻ പറ്റും. സോ ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഇയാൾ ഈ ടാങ്കിലേക്ക് വരുന്ന ലിക്വിഡിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഒരു വാൽവുണ്ട്. ഈ വാൽവിലൂടെയാണ് ഇവിടേക്ക് സബ്സ്റ്റൻസ് വരുന്നതെന്ന് കരുതുക. ഇതൊരു ടാങ്കാണ്. സോ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ പറയുന്നു, ഈ ടാങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത് സപ്പോസ് നമ്മുടെ മെറ്റാലിക് ബോഡി കൊണ്ടാണ്, അതായത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ടാങ്കാണിത്. ഇരുമ്പ് കൊണ്ടുള്ളൊരു ടാങ്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഈ ടാങ്ക് കാണാൻ പറ്റില്ല.
കാരണം ഇരുമ്പ് ട്രാൻസ്പെറൻ്റ് അല്ല. അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കുന്നു, ഈ ടാങ്കിൻ്റെ ഉള്ളിൽ തന്നെ പാരലായിട്ടൊരു ട്യൂബ് ഉണ്ടാക്കുന്നു. ആ ട്യൂബ് ഇതേപോലെ തന്നെ ഇവിടെയും ഓപ്പണിങ്, താഴെയും ഓപ്പണിങ്. സോ ഈ ട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇയാൾക്ക് കാണാൻ പറ്റും എത്രയാണ് ലെവൽ. സോ ഈ ട്യൂബ് ട്രാൻസ്പെറൻ്റ് ആണ്, ഇത് എന്താണ്, ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. സോ നമുക്ക് ഇതിൽ ടാങ്കിൽ എത്ര നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ലിക്വിഡ് എന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ടാങ്ക് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആക്കുകയാണെങ്കിൽ, ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എഫിഷ്യൻറ്റ്, ബിക്കോസ് ഗ്ലാസ് കൊണ്ടുള്ള വലിയ ടാങ്ക് ഒരുപക്ഷെ പൊട്ടിപ്പോവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അതിലൂടെ ചെറിയൊരു കോയിൽ ഉണ്ടാക്കുന്നു, ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ വലുപ്പത്തിലുള്ള കോയിൽ ഉണ്ടാക്കുന്നു. ഈ ടാങ്ക് ഒരു പക്ഷേ 10,000 അല്ലെങ്കിൽ 20,000 ലിറ്റർ വരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയ ടാങ്ക് ആയിരിക്കും. സോ ഈ ഒരു ചെറിയൊരു വാൽവ് നമ്മൾ സെറ്റ് ചെയ്യുന്നതുകൊണ്ട്, ട്യൂബ് വഴിയുള്ള ഒരു വാൽവ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇയാൾക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ഈ ടാങ്കിലുള്ള ലിക്വിഡിൻ്റെ ഹൈറ്റ് എത്രത്തോളം ലിക്വിഡ് ഉണ്ട് എന്നറിയാൻ പറ്റും. അതനുസരിച്ചിട്ട് ഈ വാൽവിലൂടെ വരുന്ന ഫ്ലോ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഓൾസോ ഇൻ എ സെൻസ് ഈസ് എ സെൻസർ, because it gives a sense that how much liquid is present in this tank. So sensor എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കുകയൊന്നും വേണ്ട. There is over complicated sensors like proximity sensor and touch sensor and eyebrow sensor and retina sensor. All these things are there, but also there are simple sensors like thermometer. നിങ്ങൾക്ക് പനി ചെക്ക് ചെയ്യുന്ന തെർമോമീറ്റർ, അതിൽ ഇലക്ട്രിക് പൾസ് ഒന്നുമില്ല. സോ ചില സമയത്ത് സെൻസർ will produce electrical pulses, sometimes it does not. So it doesn't mean that it's not a sensor. And in this area also sensor, ചില സമയത്ത് ഇങ്ങനെയുള്ള സെൻസറി ഡിവൈസസുകൾ ചില സമയത്ത് ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ എന്താ പറയുക, അവരുടെ കോമൺ റൂള് വരെ തെറ്റിക്കും. ഫോർ എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടറിയാം, നിങ്ങൾക്കറിയാം എല്ലാ സെൻസറുകളും ട്രാൻസ്ഡ്യൂസേഴ്സ് ആണെന്നുള്ളത്. പക്ഷേ ഈ സെൻസർ ശരിക്കും ട്രാൻസ്ഡ്യൂസറായിട്ട് ക്ലാസിഫൈ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഒരു ആർഗ്യുമെൻ്റാണ്. കാരണം ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ ലെക്ചർ പറഞ്ഞിരുന്നു, അത് കേൾക്കാത്തവർ പോയിട്ട് കേട്ടതിന് ശേഷം വേണം ഇതിൽ വരാൻ. മുമ്പത്തെ ലെക്ചറിൽ നമ്മൾ പറഞ്ഞിരുന്നു, ട്രാൻസ്ഡ്യൂസർ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് വൺ ഫോം ഓഫ് എനർജി ടു അനദർ ഫോം ഓഫ് എനർജി. സോ ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ ഇവിടെ ഒരു എനർജി കൺവേർഷൻ നടക്കുന്നില്ല. ഒരു ഫോം ഓഫ് എനർജീനെ വേറൊരു ഫോം ഓഫ് എനർജി ആയിട്ട് ഇവിടെ കൺവേർഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. സോ ഇൻ ദാറ്റ് സെൻസ് ദിസ് ഈസ് നോട്ട് എ ട്രാൻസ്ഡ്യൂസർ ബട്ട് എ സെൻസർ. സോ ഇങ്ങനെ ചില റെയർ കേസുകളിൽ സെൻസർ ട്രാൻസ്ഡ്യൂസർ അല്ലാണ്ടായി മാറാറുണ്ട്. എനിവേ, ഇത് റയർ കേസാണ്, യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. ബട്ട് സെൻസർ എന്ന് പറഞ്ഞാൽ എ ഡിവൈസ് ദാറ്റ് റിസീവ്സ് എ റെസ്പോൺസ് ടു എ സിഗ്നൽ ഓർ എ സ്റ്റിമുലസ്. സോ റെസ്പോൺസ്, ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസിനെ ബേസ് ചെയ്തിട്ട് ഒരു റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് സെൻസർ. ചിലപ്പോൾ ആ റെസ്പോൺസ് ഡിജിറ്റൽ ആവാം, ചിലപ്പോൾ ആ റെസ്പോൺസ് വിഷ്വൽ ആവാം, ഡയറക്റ്റ്ലി ഷോ ചെയ്യുന്നതാവാം. നൗ ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണ് ട്രാൻസ്ഡ്യൂസർ, എന്താണ് സെൻസർ, എന്താണ് ആക്ച്വേറ്റർ, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. സോ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫോം ഓഫ് എനർജീനെ വേറൊരു ഫോം ഓഫ് എനർജിയിലേക്ക് മാറ്റുന്നത് ആണ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ആക്ച്വലി സെൻസറും ആക്ച്വേറ്ററും ചെയ്യുന്നത് അത് തന്നെയാണ്. പക്ഷേ പ്രൈമറി എനർജിയുടെ ഫോം എന്ന് പറയുന്നത് മെക്കാനിക്കൽ, തെർമൽ, ഇലക്ട്രോമാഗ്നറ്റിക്കൽ, ഓപ്റ്റിക്കൽ, കെമിക്കൽ എക്സെട്ര. സോ അതുപോലെ ആക്ച്വേറ്റർ അല്ലെങ്കിൽ ഹീറ്റർ, ആക്ച്വേറ്ററിന് എക്സാമ്പിളാണ് ഹീറ്റർ. നിങ്ങൾ സെൻസറിന് എക്സാമ്പിളായിട്ട് ഇവിടെ തെർമോമീറ്റർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു ആ കാര്യം. അതുപോലെ ആക്ച്വേറ്ററിന് ഹീറ്റർ പറയുന്നുണ്ട്. റൂം ഹീറ്റർ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, പിന്നെ നിങ്ങൾക്ക് റൂമിലുള്ള ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് റൂം ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഹീറ്റേഴ്സ് ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി അവർ സറൗണ്ടിങ് ഹീറ്റ് മെഷർ ചെയ്യും. ആൻഡ് ഇഫ് ദ ഹീറ്റ് ഈസ് ലോ, അത് എന്ത് ചെയ്യും, ചൂട് കൂട്ടും. അതുപോലെ തന്നെ ചൂട് കുറവാണെങ്കിൽ ചൂട് കൂട്ടും, ചൂട് കൂടുതലാണെങ്കിൽ ചൂട് കുറയ്ക്കുകയും ചെയ്യും. സോ ലൈക്ക് എൻ AC, എയർ കണ്ടീഷണർ, റൂമിൻ്റെ സ്റ്റിമുലസിനനുസരിച്ചിട്ട് നമ്മുടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസസ് ആണത്. എനിവേ, സെൻസറിൻ്റെ ക്ലാസിഫിക്കേഷൻ. ചില സെൻസേഴ്സിന് സ്വന്തമായിട്ട് എനർജി സോഴ്സ് ഒന്നുമില്ല, അത് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനെ നമ്മൾ പാസീവ് സെൻസേഴ്സ് എന്ന് പറയും. അതുപോലെ സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ കഴിവില്ലാത്ത, ചിലപ്പോൾ ബാറ്ററി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പവർ സോഴ്സ് ആവശ്യമുള്ള സെൻസേഴ്സിനെയാണ് നമ്മൾ ആക്റ്റീവ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. സോ ലെറ്റ് മീ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഓക്കെ, നിങ്ങൾ ഈ ത്രാസ് കണ്ടിട്ടുണ്ടാവും, ഓൾമോസ്റ്റ് എല്ലാ കടകളിലുള്ള ഒരു ഇലക്ട്രോണിക് ത്രാസ്. സോ ദിസ് ഈസ് എ സെൻസർ. ആസ് യു നോ, ഇറ്റ് ക്വാളിഫൈസ് ദ സെൻസർ
കാരണം നമ്മളൊരു വെയിറ്റ് ഉള്ള ഒരു സാധനം ഇതിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കറക്റ്റ് വെയിറ്റ് ഇത് അളന്ന് തരുന്നുണ്ട്. സോ ഇറ്റ് സെൻസ് ദ വെയിറ്റേജ് ഓർ ദ ഗ്രാവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്. സോ ഇറ്റ് ഈസ് എ സെൻസർ. പക്ഷെ നിങ്ങൾക്കറിയാം ഇതിലിപ്പോൾ നമ്മളൊരു വെയിറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചുമ്മാ കാണിക്കില്ല. കാരണം ഈ ഡിവൈസിൽ നമുക്ക് എന്ത് വേണം? ഈ ഡിവൈസിൽ നമുക്ക് ഇലക്ട്രിസിറ്റി വേണം, ബാറ്ററി വേണം, അതിൽ ചാർജ് വേണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. സോ ഇത് പണ്ടത്തെ ത്രാസാണെങ്കിൽ 2 സൈഡിലുള്ള സീസോ ത്രാസുകളുണ്ട്. അതിൽ അതിൽ നിങ്ങൾക്ക് അതും ഒരു സെൻസറാണ്. പക്ഷേ അതിലെന്ത് വേണ്ട? നമുക്ക് ഇലക്ട്രിക് പൾസിൻ്റെ ആവശ്യമില്ല. സോ നമ്മളിപ്പോൾ പറഞ്ഞത് സെൻസേഴ്സിൻ്റെ ഒരു 1 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് പാസീവ് സെൻസർ ആൻഡ് ആക്റ്റീവ് സെൻസർ. പാസീവ് സെൻസർ ഡസൻ നീഡ് എനി അഡീഷണൽ എനർജി സോഴ്സ്. പ്രത്യേകിച്ച് അഡീഷണൽ എനർജി സോഴ്സ് ഒന്നും ആവശ്യമില്ല. അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പിക്ചറിൽ കണ്ട ഈ ഒരു സെൻസർ, ഈ സെൻസറിന് പ്രത്യേകിച്ച് എനർജി സോഴ്സിൻ്റെ ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യും വിത്തൗട്ട് എനി പവർ. സോ സെൻസർ പാസീവും ഉണ്ട് ആക്റ്റീവും ഉണ്ട്. പിന്നെ പാസീവിൻ്റെ മറ്റൊരു പോയിൻ്റാണ് ഡയറക്റ്റ്ലി ജനറേറ്റ് ആൻഡ് ഇലക്ട്രിക് സിഗ്നൽ ഇൻ റെസ്പോണ്ട് ടു ഇലക്ട്രിക് എക്സ്റ്റേണൽ സ്റ്റിമുലായി. അധികവും പാസീവ് സെൻസേഴ്സ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ വരുന്ന ഫിസിക്കൽ സിറ്റുവേഷനിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാക്കും. സോ ഇതിനുള്ള പാസീവ് സെൻസേഴ്സിൻ്റെ എക്സാമ്പിളാണ് തെർമോകപ്പിൾ, ഫോട്ടോ ഡയോഡ്, പൈസോ ഇലക്ട്രിക് സെൻസർ. സോ ഇതെല്ലാം എന്താണെന്നുള്ളത് ഞാൻ വരും ലെക്ചേഴ്സിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ഓൾമോസ്റ്റ് ഈ സെൻസേഴ്സ് ഒന്നും നിങ്ങൾക്ക് പിന്നെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ ടേംസ് വെച്ചിട്ട് ഇത് കേട്ടിട്ടുണ്ടാവില്ല. ഇൻ അപ്കമിങ് ലെക്ചേഴ്സ് ഐ വിൽ ബി എക്സ്പ്ലെയിൻ ദീസ് തിങ് ടു യു. And another classification is called active sensor. Active sensors എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ത്രാസിൻ്റെ എക്സാമ്പിൾ, it requires an external power called excitation. നമ്മൾ ഈ പുറത്തുനിന്ന് കൊടുക്കുന്ന പവറിനെ വിളിക്കുന്ന പേരാണ് എക്സൈറ്റേഷൻ സിഗ്നൽ എന്ന് പറയാം. സോ സെൻസറിൻ്റെ പിന്നെ റിസൾട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ, അതിന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പവർ സോഴ്സ് വേണ്ടി വരും. ജസ്റ്റ് ഫിസിക്കൽ ഫിനോമിന മാത്രം മതിയാവില്ല. അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് ആ ഇൻപുട്ടിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യാൻ, വൈദ്യുതി ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാനുള്ള കഴിവില്ല വിത്തൗട്ട് എ എക്സൈറ്റേഷൻ സിഗ്നൽ. സോ ഇതിനുള്ള എക്സാമ്പിളാണ് തെർമിസ്റ്റർ, റെസിസ്റ്റീവ് സ്റ്റെയിൻ ഗേജ് എക്സെട്ര. ഇതെല്ലാം നമ്മൾ പിന്നെ വഴിയെ കാണും. ഈ എക്സാമ്പിൾസ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ പാസീവും ആക്റ്റീവും എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക. നൗ നമ്മൾ പാസീവ് ആൻഡ് ആക്റ്റീവ് എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് ദ ഓൺലി ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അതിൽ ട്രാൻസ്ഡ്യൂസേഴ്സിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ആണോ, അതല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണോ നിങ്ങൾ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന്, അതല്ലെങ്കിൽ വേറെയും ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. സോ ദീസ് ആർ ദ പാരാമീറ്റേഴ്സ്. ഇതൊരു ഇൻട്രൊഡക്ടറി ലെവലിൽ പറയുകയാണ്. ഇതെല്ലാം ഡീപ്പായിട്ട് നമുക്ക് ഓരോന്നും പഠിക്കാനുണ്ട്. നമ്മൾ ട്രാൻസ്ഡ്യൂസറിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കപ്പാസിറ്റീവ്, ഡെഫിനറ്റ്ലി കപ്പാസിറ്റൻസ് ഉപയോഗിച്ചിട്ടാണ് അതിലെന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രാൻസ്ഡ്യൂസർ ജോബ് ചെയ്യുന്നത്. അതായത് കപ്പാസിറ്റർ അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് ഒരു ഫോം ഓഫ് എനർജിയെ മറ്റൊരു ഫോം ഓഫ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻഡക്റ്റീവ്, ഇൻഡക്ഷൻ റൂൾ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും, ഡോണ്ട് വറി. ദെൻ റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ്, കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ്നെസ്. ഈ 3 കാര്യങ്ങൾ കൊണ്ട് നടത്തുന്നതിനെ 3 പിന്നെ ഏരിയാസിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഡ്യൂസേഴ്സിനെ ഡിസൈൻ ചെയ്യാം. അതിനെയാണ് പ്രിൻസിപ്പിൾസ് യൂസ്ഡ് എന്ന് പറയാം. ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ആ ട്രാൻസ്ഡ്യൂസർ ഡിസൈൻ ചെയ്തത് എന്നുള്ളത്. നെക്സ്റ്റ് വൺ ആക്റ്റീവ് ആൻഡ് പാസീവ്. ഇതാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്താണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആൻഡ് വാട്ട് ഈസ് passive transducer. Then there is primary and secondary, which we will discuss in upcoming lecture. And there is analog and digital. അത് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. അനലോഗ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കാണിക്കുന്ന ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്, ഡിജിറ്റൽ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നതുണ്ട്. ഇപ്പോൾ നമ്മുടെ ത്രാസ്, നമ്മൾ കാണിച്ച വെയിറ്റ് നോക്കുന്ന ത്രാസ്, ഇത് കാണിക്കുന്നത് ശരിക്കും ഡിജിറ്റൽ ഔട്ട്പുട്ടാണ്. ഇതോ പ്രൊവൈഡ് ചെയ്യുന്നത് അനലോഗ് ഔട്ട്പുട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്ഡ്യൂസർ ഓർ ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇതും നമ്മൾ വഴിയെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ് യു ഓൾറെഡി നോ. ആക്ച്വേറ്റേഴ്സിൻ്റെ മറ്റൊരു പേരാണ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, നൗ ഒരു ട്രാൻസ്ഡ്യൂസർ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? സപ്പോസ് നമുക്ക് ഒരു സിസ്റ്റം, അല്ലെങ്കിൽ നമ്മളൊരു റോബോട്ട് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവർ ഇല്ലാത്തൊരു കാർ ഉണ്ടാക്കുന്നു. ഈ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഏത് ട്രാൻസ്ഡ്യൂസർ വേണം എന്ന് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഒരുപാട് ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്, ഈ ഒരു ലെവലിലൊക്കെയുള്ള ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് ഒരു ട്രാൻസ്ഡ്യൂസറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ സിമ്പിൾ പ്രൊസീജിയറാണ് ഈ പറയുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, എന്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. സോ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻസറിന് ആലോചിക്കാം, ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് സെൻസേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. സോ ഒരു ട്രാൻസ്ഡ്യൂസർ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ആലോചിക്കുക എന്താണ് നമുക്ക് അളക്കേണ്ടത്. നമുക്ക് ഹീറ്റാണോ അളക്കേണ്ടത്, അതല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ആണോ അളക്കേണ്ടത്,
അതല്ലെങ്കിൽ നമുക്ക് സെൻസ് ചെയ്യേണ്ടത് ഇൻഫ്രാറെഡ് ആണോ അൾട്രാ വയലറ്റ് ആണോ, കംപ്ലീറ്റ് എന്താണ് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മെഷർ ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം തീരുമാനിക്കാം. അതിനുശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, ഒരു ട്രാൻസ്ഡ്യൂസർ സെറ്റപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസർ തീരുമാനിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തത് നമ്മൾ ആ ഫിസിക്കൽ ക്വാളിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണെന്നുള്ളത്. സോ ഞാനിവിടെ പറഞ്ഞു ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ പ്രിൻസിപ്പിൾ, കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ്, റെസിസ്റ്റീവ്. സോ റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കണോ, അളക്കണോ നമ്മുടെ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതല്ല കപ്പാസിറ്റൻസ് ഉപയോഗിക്കണോ. സോ ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഇതിനെ അളക്കാൻ എന്നുള്ളതാണ് രണ്ടാമത്തെ സെലക്ഷൻ ക്രൈറ്റീരിയ. മൂന്നാമത്തത് ആക്യുറസി. ഈ മെഷർമെൻറ്റിന് എത്രത്തോളം ആക്യുറസി നമുക്ക് ആവശ്യമാണ് എന്നുള്ളത്. ഫണ്ടമെൻ്റൽ ട്രാൻസ്ഡ്യൂസർ പാരാമീറ്റേഴ്സ്, ഫിസിക്കൽ കണ്ടീഷൻ, എൻവയോൺമെൻറ്റ് കണ്ടീഷൻ, കോമ്പാക്റ്റിബിലിറ്റി ഓഫ് അസോസിയേഷൻ വിത്ത് എക്യുപ്മെൻറ്റ്. സോ നമുക്കിപ്പോൾ നോക്കേണ്ടത് ആക്യുറസി നോക്കുമ്പോൾ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ പാരാമീറ്റേഴ്സ് നോക്കണം, നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻസ് നോക്കാനുണ്ട്, എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് നോക്കാനുണ്ട്, കോമ്പാറ്റിബിലിറ്റി ഓഫ് ദ അസോസിയേറ്റഡ് എക്യുപ്മെൻറ്റ്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ആക്യുറസിയെ ബേസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, സാധാരണ നമ്മൾ കാണുന്ന ഇങ്ങനത്തെ കടയിലുള്ള തുലാസുകളിൽ 5 ഗ്രാം ആയിരിക്കും മിനിമം കാണിക്കുന്ന ക്വാണ്ടിറ്റി, 5 grams. സോ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് 12 ഗ്രാമാണെന്ന് കരുതുക, അതിൽ 10 ഗ്രാമേ കാണിക്കത്തുള്ളൂ. അത് 13 ഗ്രാം ആയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, 15 ഗ്രാം കാണിക്കും. സോ 5-ൽ കുറഞ്ഞ 5 ഗ്രാമിൽ കുറഞ്ഞ വാല്യൂസ് ഇതിൽ കാണിക്കില്ല. പക്ഷേ നിങ്ങൾ എന്താ പറയുക, സ്വർണ്ണക്കടകളിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 0.000 ഗ്രാംസ് വരെ കാണിക്കുന്ന അത്രയും സ്പെസിഫിക് ആയിട്ടുള്ള തുലാസുകളുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ തുലാസുകൾ എത്രത്തോളം സ്പെസിഫിക്കേഷനിലേക്ക് പോകുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞത് ഫിസിക്കൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ആക്യുറസി വരുന്നതെന്ന് ഞാൻ പറഞ്ഞത്, ഫണ്ടമെൻ്റൽ ട്രാൻസ്ഡ്യൂസറിൻ്റെ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ആക്യുറസി മാറ്റാവുന്ന ഫങ്ഷൻസ് അതല്ലെങ്കിൽ ആക്യുറസീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലുണ്ടാവും. ഫിസിക്കൽ കണ്ടീഷൻസ് നോക്കണം, നമുക്ക് എത്രത്തോളം ആണ് വെയിറ്റേജ് വരുന്നത്, എത്ര വലിയ കാര്യങ്ങളാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്ര ചെറിയ കാര്യങ്ങളാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. പിന്നെ എൻവയോൺമെൻറ്റ് എന്താണ്, പിന്നെ കമ്പാറ്റബിലിറ്റി ഓഫ് അസോസിയേറ്റഡ് എക്യുപ്മെൻറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ കൂടി പരിഗണിക്കണം എപ്പോൾ നമ്മൾ ട്രാൻസ്ഡ്യൂസർ സെലക്ട് ചെയ്യുന്ന സമയത്ത്. ഒരു ട്രാൻസ്ഡ്യൂസർ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ഒരു മെഷർമെൻറ്റിന് വേണ്ടിയിട്ട്, അങ്ങനെയാണെങ്കിൽ ഈ 4 കാര്യങ്ങളും നമ്മൾ നോക്കണം. നെക്സ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്, റെഡ്യൂസിങ് ദ ടോട്ടൽ മെഷർമെൻറ്റ് എറർ. ടോട്ടലായിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റിൽ വരുന്ന തെറ്റുകൾ, എറേഴ്സ് മാക്സിമം റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എൻ്റെ വേറൊരു എന്താ പറയുക ആൾട്ടർനേറ്റീവ് വ്യൂ ആണിത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മാറുമ്പോൾ, ഫിസിക്കൽ കണ്ടീഷൻസ് മാറുമ്പോൾ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് കണ്ടീഷൻസ് മാറുമ്പോൾ നമ്മുടെ സെൻസർ നമ്മൾ കരുതുന്ന രൂപത്തിൽ, നമ്മുടെ ട്രാൻസ്ഡ്യൂസർ നമ്മൾ കരുതുന്ന രൂപത്തിൽ ബിഹേവ് ചെയ്യില്ല, നമ്മൾ കരുതുന്ന റിസൾട്ട് തരത്തുമില്ല. അപ്പോൾ കഴിയുന്നത്രയും ഫിസിക്കൽ കണ്ടീഷനും അതുപോലെ തന്നെ സറൗണ്ടിങ്സിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ പ്യുവർ ആയിട്ടുള്ള കറക്റ്റ് റിസൾട്ട്, കറക്റ്റ് റീഡിങ് കിട്ടുന്ന ട്രാൻസ്ഡ്യൂസറാണ് നമ്മൾ യൂസ് ചെയ്യാൻ. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ട്രാൻസ്ഡ്യൂസർ സെലക്ട് ചെയ്യുന്നതിൽ നമ്മൾ ആലോചിക്കേണ്ടത്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. മുമ്പത്തെ ലെക്ചറിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കൺഫേം ചെയ്തു. സോ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ വിട്ടുപോയി തോന്നുന്നു. ഇപ്പോൾ മൈക്ക് എന്താണ് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, സെൻസറാണോ ട്രാൻസ്ഡ്യൂസറാണോ? അതുപോലെ സ്പീക്കർ സെൻസറാണോ ട്രാൻസ്ഡ്യൂസറാണോ? ഈ ലെക്ചർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യാം. സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, എന്തെങ്കിലും ഫിസിക്കൽ വേൾഡിലുള്ള ഫിനോമിന സെൻസ് ചെയ്തിട്ട് അതിനെ ഡിജിറ്റൽ സിഗ്നലുകളാക്കി മാറ്റുക, അതല്ലെങ്കിൽ ഒരു വിഷ്വൽ ഫോമാറ്റിലേക്ക് മാറ്റുക. ആക്ച്വേറ്റർ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഡിജിറ്റൽ സിഗ്നലുകളെ ഫിസിക്കൽ വേൾഡിലുള്ള ഒബ്ജക്റ്റുകളായിട്ട് മാറ്റുക. അപ്പോൾ മൈക്ക് സെൻസറാണോ ട്രാൻസ്ഡ്യൂസർ ആക്ച്വേറ്ററാണോ? അതുപോലെ സ്പീക്കർ അത് സെൻസറാണോ ആക്ച്വേറ്ററാണോ? ഈ കാര്യം നിങ്ങൾ ഈ ലെക്ചർ കണ്ടു കഴിഞ്ഞതിന് ശേഷം താഴെ കമൻറ്റ് ചെയ്യുക. നൗ ഈ ഒരു ലെക്ചറിൽ ഈ സ്ലൈഡുകൾ ഏകദേശം ഒന്ന് ഓർത്തു വെക്കുക. ഈ ഒരു ഇൻട്രൊഡക്ഷൻ പേജിലുള്ള നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിലേക്ക് എഴുതുക. ഇതിൽ ട്രാൻസ്ഡ്യൂസർ എന്താണ്, സെൻസർ എന്താണ്, ആക്ച്വേറ്റർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ ലെക്ചറിൽ എഴുതിയവർക്ക് ഒന്നുകൂടി ഒരു റിവിഷൻ ആവും. ദെൻ പാസീവ് ആൻഡ് ആക്റ്റീവ് സെൻസേഴ്സ് എന്ന് പറഞ്ഞതും പാസീവ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞതിൽ തെറ്റില്ല, രണ്ടാണെങ്കിലും സെയിം ഡെഫിനിഷനാണ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ്, 5 ഡിഫറെൻറ്റ്
വെറൈറ്റിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. ദെൻ സെലക്ടിങ് എ ട്രാൻസ്ഡ്യൂസർ, ഒരു ട്രാൻസ്ഡ്യൂസർ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നതിനുള്ള ക്രൈറ്റീരിയ. ഓക്കെ, സീ യു ഓൺ ദ നെക്സ്റ്റ് ലെക്ചർ.